നമ്മുടെ മീറ്റപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആകുന്നു. അപ്പം എൻ്റെ മക്കളൊക്കെ നമ്മുടെ മീറ്റപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ജോഷി ജോൺ സാറ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ട് കുട്ടികൾ വീട്ടിൽ വന്ന അന്നോട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ മ്യൂച്വൽ ഫണ്ടിൽ? ഇപ്പം കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും സ്വന്തമായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പം കുട്ടികൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഓപ്ഷൻസൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്കൊരു സ്വിംഗ് ട്രേഡിംഗ് പോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അപ്പം കുട്ടികളുടെ പേരിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് നമ്മൾ ETF ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് കരുതിയത്. നമ്മൾ ETF കുറിച്ചൊരു വീഡിയോ ഏകദേശം 1 വർഷത്തിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. കാണാത്തൊരു ETF എന്താണെന്ന്, അല്ലെങ്കിൽ ETF ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, ETF ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ 2 വീഡിയോ ഉണ്ട്. ആ വീഡിയോയ്ക്കകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ETF ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ആഴ്ചയിൽ ഒരു 10 ക്വാണ്ടിറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 1000 രൂപ റേഞ്ചിൽ എല്ലാ ആഴ്ചയിലും ETF വാങ്ങിക്കാനാണ് ആലോചിക്കുന്നത്. ഇതെനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ മോൻ മിച്ചൽ ലോപ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവന് ETF എന്താണെന്ന് കുറേയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു തരും. എന്നിട്ട് കാരണം കുട്ടികൾക്ക് ഇപ്പോഴേ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫ്യൂച്ചറിലോട്ടൊക്കെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യം ചോദിക്കാം, ചുവൻ എന്താണ് ETF ഫുൾ ഫോം? ETF ഫുൾ ഫോം എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ്. ഓക്കെ. ETF എന്താണ്? ETF ഫുൾ ഫോം പറഞ്ഞു. എന്താണ് ETF? ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അത് മുകളിലോട്ട് പോകുമ്പോൾ വലുതായിട്ട് കൂടുകയും താഴോട്ട് പോകുമ്പോൾ വലുതായിട്ട് കുറയുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ETF ചെയ്യുന്നതെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ വലുതായിട്ട് കൂടുകയുമില്ല, താഴോട്ട് പോകുമ്പോൾ വലുതായിട്ട് കുറയുകയുമില്ല. അപ്പോൾ ETF നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ നഷ്ടം സംഭവിക്കത്തില്ല. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ചെറിയ പ്രോഫിറ്റിലൂടെയാണ് ഇങ്ങനെ പോകേണ്ടത്. പക്ഷെ സ്റ്റോക്കുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ വീഴ്ച വരുമ്പോഴത്തേക്കും സ്റ്റോക്കിൽ വലിയ നഷ്ടം വരും. അപ്പോൾ എങ്ങനെയാണ് ETF എന്തുകൊണ്ടാണ് നഷ്ടം വരാത്തത്? ETF ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്കിലുള്ളതുപോലെ നഷ്ടം വരാതിരിക്കാനുള്ള കാരണം എന്താണ്? ETF കുറേ കമ്പനികൾ ചേർന്നിട്ട് ചെയ്യുന്ന ഒരു ഫണ്ട് ഹൗസാണ്. കുറേ കമ്പനികളോട് ചേർന്നിട്ട് ആണ് ഒരു ഫണ്ട് ഹൗസ് ഉണ്ടാക്കുന്നത്. ആ ഫണ്ട് ഹൗസിൻ്റെ പേരാണ്, ഓരോ ഫണ്ട് ഹൗസിനും ഓരോ പേരുണ്ട്. അപ്പം ആ ഒരു പേരിട്ടിട്ടാണ് അതിനെ ETF എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? കുറേ കമ്പനികളുണ്ടാവും. അപ്പോൾ 1-2 കമ്പനികളിൽ നഷ്ടം വന്നാലും ETF എന്ത് സംഭവിക്കില്ല? നഷ്ടം വരത്തില്ല. അപ്പോൾ നമ്മൾ ETF നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പം നീയാണ് ETF വാങ്ങിക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ETF തുടങ്ങുന്നത്. അപ്പം പൈസ നീയാണ് തരേണ്ടത്, അച്ഛൻ പൈസ തരത്തില്ല. അപ്പോൾ ഓരോ ആഴ്ചയും നമ്മൾ കുറച്ച് ETF വാങ്ങിക്കാൻ പൈസ എവിടെ നിന്ന് കിട്ടും? പോക്കറ്റ് മണി ആയിട്ടൊക്കെ കിട്ടുന്ന പൈസ. ഓക്കെ, പോക്കറ്റ് മണി കിട്ടും. വേറെ എന്ത് കിട്ടും? കൈനീട്ടം കിട്ടും. പിന്നെ വേറെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും. ഇപ്പൊ ആ പൈസയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന് മുന്നേ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കൂട്ടി വെച്ചിട്ട് അത് എന്ത് ചെയ്യും? നമ്മൾ എവിടെ ഇടും? കുറച്ചൊക്കെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് വെറുതെ വേസ്റ്റ് ആക്കി കളയും. പിന്നെ ബാക്കി പൈസ നമ്മൾ എവിടെ ഇട്ടേക്കും? കുടുക്കയിലിടും. കുടുക്കയിൽ കിടക്കുന്ന പൈസ എന്ത് ചെയ്യും? അതവിടെ തന്നെ വളരുമോ? വളരത്തില്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്താവും? ആ പൈസ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ETF വാങ്ങിച്ച് ഇൻവെസ്റ്റ്മെന്റ്
തുടങ്ങാൻ പോകുന്നത്. അപ്പം ഇത് കാണുന്ന കുട്ടികളോട് ബിച്ചുമോൻ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും ETF-ലൂടെ ETF മാത്രമല്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനകത്തുണ്ട്. അപ്പോൾ കിട്ടുന്ന പൈസയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ETF, മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കുകളൊക്കെ, നല്ല സ്റ്റോക്കുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരുമ്പോഴത്തേക്കും നല്ല പൈസ ഉണ്ടാകും, നല്ല റിട്ടേൺസ് അതിനകത്ത് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ തിങ്കളാഴ്ചയാണ് ETF വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇന്നിപ്പം ശനിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ETF വാങ്ങിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ETF വാങ്ങിക്കും. അപ്പോൾ ഒരാഴ്ച നമ്മൾ ഏത് ETF ആണ് വാങ്ങിക്കുന്നതെന്ന് പറയും. അതിനോടൊപ്പം നമ്മുടെ ഹോൾഡിങ്ങിലുള്ള ETF-ൻ്റെ പൊസിഷനും പറയും. ETF എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ETF എന്താണെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രേഡിങ്ങിലുണ്ടാകുന്നത് പോലെയുള്ള വലിയ റിട്ടേൺസ് ഇതിനകത്ത് ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സേഫാണ്. ഇപ്പം സ്റ്റോക്കുകളിലിട്ടാൽ തന്നെയും സ്റ്റോക്കുകൾ പെട്ടെന്ന് താഴെ പൊട്ടി വീണ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് കയറി വരുന്നവരെ നമ്മൾ കാത്തിരിക്കണം, അല്ലെങ്കിൽ ആവറേജ് ചെയ്യണം. പക്ഷേ ETF എന്ന് പറയുന്ന ഓരോ ETF-ലും അതിൻ്റെ ആ ETF എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മളിപ്പം ഒരു ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഫണ്ട് ഹൗസ് എവിടേക്കാണ്, ഏതൊക്കെ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതിൽ 1-2 സ്റ്റോക്കൊക്കെ താഴോട്ട് പോയാലും ബാക്കി സ്റ്റോക്കുകളുടെ ഗ്രോത്ത് കൊണ്ട് ആ ETF-കൾ പിടിച്ചു നിൽക്കും. അപ്പോൾ നമ്മൾ ഈ ആഴ്ച വാങ്ങിക്കാൻ പോകുന്ന ETF എന്ന് പറയുന്നത് PSU ബാങ്ക് ETF ആണ്. ഏതാണ് ഈ ആഴ്ച നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ETF? PSU ബാങ്ക് ETF. അതായത് ഇത് ICICI പ്രൊഡൻഷ്യലിൻ്റെ ആണ് ഈ ETF വരുന്നത്. ഇവർ ഏകദേശം 12 സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഇവരുടെ വാല്യൂ എന്ന് പറയുന്നത് 89 രൂപ 32 പൈസയാണ് ഒരു ETF-ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഈ 89 രൂപ 32 പൈസ നമ്മൾ ഇടുന്ന സമയത്ത് ഇത് ഏകദേശം 12 ബാങ്കിലാണ് 12 ബാങ്കുകളുടെ സ്റ്റോക്കിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 33.28% ഈ പൈസയുടെ. ഒരു സ്റ്റോക്കിൽ നമ്മൾ 89 രൂപ 32 പൈസ കൊടുക്കുമ്പോൾ അതിന് 33.28% സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാക്കി വരുന്നതെന്ന് പറയുന്നത് 12 സ്റ്റോക്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, പിന്നെ വേറെ ഏത് ബാങ്കാ? PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, UCO ബാങ്ക്, പിന്നെ പഞ്ചാബ് ആൻഡ് സിൻഡിക്കേറ്റ് ബാങ്ക്. ഈ 12 ബാങ്കുകളിലാണ് നമ്മുടെ ഈ ICICI പ്രൊഡൻഷ്യലിൻ്റെ PSU ബാങ്ക് ETF ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും, ഏറ്റവും കുറവ് ലിവറേജ് വരുന്നത് പഞ്ചാബ് ബാങ്കിനുമാണ്. ഏറ്റവും കുറവ് ലിവറേജ് വരുന്നത് പഞ്ചാബ് ബാങ്കിലൊക്കെ 0.27% മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ വെയിറ്റേജ് വരുന്നുള്ളൂ. അപ്പോൾ ഈ 12 ബാങ്കിലാണ് ഇവരുടെ ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ തിങ്കളാഴ്ച ഈ സ്റ്റോക്കിൽ ഇപ്പോൾ 89 രൂപ 32 പൈസയാണ് 10 ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിക്കും ഈ തിങ്കളാഴ്ച. പിന്നെ അടുത്ത ആഴ്ച വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ആഴ്ച ഏത് ആണോ ആ ഒരു ഡിപ്പിൽ നിൽക്കുന്ന ഒരു ETF നോക്കിയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ETF-ൻ്റെ പൊസിഷനും പിന്നെ നമ്മൾ അടുത്ത് വാങ്ങിക്കുന്ന പുതിയ ETF ഏതാണെന്നുള്ളതും നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? നിർത്താം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ആഴ്ച പുതിയ ETF-ഉമായിട്ട് പുതിയ വീഡിയോ കാണാം. താങ്ക് യു.